അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. നമുക്കെല്ലാവർക്കും ആരോഗ്യത്തോടെ ആഫിയത്തോടെ അള്ളാഹു ആയുസ്സിനെ നീട്ടി നൽകട്ടെ. പ്രിയമുള്ളവരെ, പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, എൻ്റെ മക്കൾക്ക് സ്നേഹമില്ല, എൻ്റെ കുടുംബക്കാർക്ക് സ്നേഹമില്ല, ജോലിസ്ഥലത്ത് വെറുപ്പാണ്, സ്നേഹമില്ല. ഇങ്ങനെ പല രീതിയിലും ഒരു സ്നേഹം കിട്ടാത്ത, അല്ലെങ്കിൽ സ്നേഹം ഇല്ലാത്ത, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ തോന്നാത്ത രീതിയിലുള്ള ജീവിതം കഴിഞ്ഞുകൂടുകയാണ് പല ആളുകളും. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമുള്ള ഒരു മരുന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. എല്ലാവരും വോയിസ് മുഴുവനായിട്ട് കേൾക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഞാനിതിൽ ഒരു അക്ഷരം എഴുതി വിടുന്നുണ്ട്, ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കാം. അതുപോലെ നിങ്ങൾ ശുദ്ധിയോടുകൂടി വെള്ളിയാഴ്ച രാവിൽ കിബിലയ്ക്ക് തിരിഞ്ഞിരുന്ന് ഉദ്ദേശം മനസ്സിൽ കരുതി ഒരു വെള്ള പേപ്പറിൽ ഒരു പച്ച മഷി കൊണ്ട് എഴുതണം. എഴുതുന്നതിന് മുമ്പ് റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, ഫാത്തിഹ ഓതുക. എഴുതി കഴിഞ്ഞിട്ടും റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, ഫാത്തിഹ ഓതുക. എന്നിട്ട് അത് എഴുതി നമ്മളെ ശരീരത്തിൽ സൂക്ഷിക്കണം. അത് സൂക്ഷിച്ച ആ സമയം മുതൽ തന്നെ യാസീനിലുള്ള ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാക്കിഹത്തും വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഈ 5 ആയത്ത് നിങ്ങൾ പതിവാക്കണം. രാവിലെ സുബ്ഹി നിസ്കരിച്ചിട്ടൊരു 101 വട്ടം അത് ചെല്ലണം. മഗ്രിബ് നിസ്കരിച്ചിട്ടും ഒരു 101 വട്ടം ചെല്ലണം. ഒരു 15 മിനിറ്റ് രാവിലെ, 15 മിനിറ്റ് വൈകുന്നേരം അതിനു വേണ്ടി ഉപയോഗിച്ചാൽ ഈ സ്നേഹം കിട്ടാത്ത ആളുകൾക്കൊക്കെ, ആരിൽ നിന്നാണോ സ്നേഹം കിട്ടാത്തത് അവരുടെ മനസ്സിലേക്ക് അല്ലാഹു തആല നിങ്ങളെ സ്നേഹിക്കാനുള്ള സ്നേഹം ഇട്ട് കൊടുക്കും, ഒരു മനസ്സിട്ട് കൊടുക്കും. ഇതാണ് ആ ഖുർആനിൻ്റെ ആ ആയത്തിൻ്റെ ഫലം. അതുകൊണ്ട് ആവശ്യമുള്ളവരൊക്കെ അത് ചെയ്യുക. നല്ല ആത്മാർത്ഥത വേണം, തഖ്വ വേണം. നിസ്കാരം ഒഴിവാക്കരുത്. നിസ്കാരം ഒഴിക്കുന്നവർക്ക്, നിസ്കരിക്കാത്തവർക്ക് ഇത് ചെയ്തിട്ട് ഫലമില്ല. നിസ്കരിക്കുന്നവർ ചെയ്യുക, ഇല്ലെങ്കിൽ നിസ്കാരം തുടങ്ങിയിട്ട് ചെയ്യുക. നിസ്കരിക്കാത്തവർ, അതുപോലെ പിന്നെ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അത് ചെയ്ത് സ്നേഹം കിട്ടണമെങ്കിൽ അവരുമായി പൊരുത്തപ്പെടിക്കണം. അങ്ങനെ പൊരുത്തപ്പെടിച്ച് മാപ്പ് ചോദിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. നിസ്കരിക്കാത്ത ആൾ നിസ്കരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. സുബ്ഹി ഖളാ ആകാൻ പാടില്ല. ഇങ്ങനെ ഈ ഷർത്തുകളൊക്കെ പാലിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. എന്നാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്ക് കിട്ടും. അപ്പം ഭാര്യയും ഭർത്താവായാലും, ഭാര്യയും മക്കളായാലും, ബാപ്പയും മക്കളായാലും, കുടുംബക്കാരായാലും, ഏട്ടനനിയന്മാരായാലും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കിട്ടും. മനസ്സ് എപ്പോഴും നമ്മൾ ക്ലിയർ ആക്കണം. മനസ്സെപ്പോഴും ക്ലിയർ. മനസ്സിലൊന്നും ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരുടെ ദേഷ്യമോ വൈരാഗ്യമോ വെറുപ്പോ കുശുമ്പോ കിബറോ അഹങ്കാരോ ഒന്നും ഉണ്ടാവരുത്. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവുക. എന്നിട്ട് ഇത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക. ഒരു ദിവസം 2 ദിവസം ചൊല്ലിയിട്ട് ഉസ്താദെ എനിക്കത് ഫലം കിട്ടില്ല എന്ന് പറയരുത്. ചൊല്ലിക്കൊണ്ടിരിക്കുക, മാസങ്ങളോളം ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഫലം കിട്ടും ഇൻഷാ അല്ലാഹ് കേട്ടോ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.